കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അവസരം. ലിംഗവ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കും കലാമണ്ഡലത്തിൽ പഠിക്കാമെന്ന് ഭരണസമിതിയുടെ തീരുമാനം വരികയാണ്. പുതിയ 3 കോഴ്സുകൾ കൂടി തുടങ്ങുകയും ചെയ്യും. തുറന്നുള്ള അഡ്മിഷനിലെല്ലാം ഒരിക്കലും ജെൻഡർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കാണാതെ എല്ലാ കോഴ്സുകളിലേക്കും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ലിംഗഭേദമന്യേ കുട്ടികളെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വർഷം പുതിയ 3 കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. ഒന്ന് മാസ്റ്റേഴ്സ് ഇൻ ഭരതനാട്യം, 2 മാസ്റ്റേഴ്സ് ഇൻ കുച്ചിപ്പുടി, പിന്നെ തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗ്. ഈ ഒരു കോഴ്സും നമ്മളൊരു പുതിയ കോഴ്സാണ്. പെർഫോമൻസ് മേക്കിങ്ങിന് ഒരു പുതിയ കോഴ്സ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ തുടങ്ങുന്നതെന്ന് പറയാം. MS ലിഷോയി വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ലിഷോയി, RLV സംഭവത്തോടുകൂടി ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കലാമണ്ഡലം പോവുകയാണ്. ഭരണസമിതി കൈക്കൊണ്ട തീരുമാനങ്ങൾ എങ്ങനെയാണ്? ഒരു ചരിത്രപരമായ തീരുമാനം തന്നെയാണ്. കാരണം കലാമണ്ഡലത്തിൽ ഇത്രയും വർഷമായി, അതായത് കലാമണ്ഡലം തുടങ്ങിയ നാൾ മുതൽ ഇത്രയും വർഷമായി ഇതുവരേക്ക് മോഹിനിയാട്ടം വിഭാഗത്തിലേക്ക് ഒരു ആൺകുട്ടിക്ക് പ്രവേശനം ലഭ്യമായിരുന്നില്ല. UGC അംഗീകാരത്തോടുകൂടി ഇതൊരു സർവകലാശാല, കൽപ്പിത സർവകലാശാല ആക്കിയതിന് ശേഷവും അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വന്നിരുന്നില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ അടുത്തിടെയാണ് RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട മോഹിനിയാട്ട വിവാദമെല്ലാം തന്നെ വളരെ ചർച്ചയായത്. ഈ ഒരു സമയത്താണ് RLV രാമകൃഷ്ണൻ ആദ്യം ഇത് സംബന്ധിച്ച് പറയുന്നത്. അതായത് തനിക്ക് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് പ്രവേശനം മോഹിനിയാട്ടത്തിലേക്ക് ലഭ്യമായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കലാമണ്ഡലത്തിലെ മുൻ രജിസ്ട്രാർ കൂടിയായിരുന്ന ഈ NR ഗ്രാമപ്രകാശ് ഇത് സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസിനോട് തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം വരേണ്ടതുണ്ട്, അതിൽ കൃത്യമായ നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്, അതിന് കലാമണ്ഡലം ആർജവം കാണിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അതൊരു വലിയ ചർച്ചയാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഭരണസമിതി യോഗം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്, അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ട് കൂടി വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലിംഗവ്യത്യാസമില്ലാതെ ഇനി മോഹിനിയാട്ടം പഠിക്കാമെന്ന തീരുമാനമാണ് കലാമണ്ഡലം കൈക്കൊണ്ടിരിക്കുന്നത്.